ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. ഈ വരുന്ന ഓണം എക്സാമിന് +1 ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, ടെൻഷൻ അടിക്കേണ്ട. ഈ വരുന്ന ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. 3 ചാപ്റ്റേഴ്സിൽ നിന്ന് 10 ചോദ്യങ്ങൾ. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് ഓണപരീക്ഷ എഴുതാൻ വേണ്ടി പോകാൻ വേണ്ടി പാടുള്ളൂ. സോ അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ എന്ന്. സോ എണ്ണി പഠിച്ചോളാം. ഒന്നാമത്തെ ചോദ്യം, എലമെന്റ് ഓഫ് റിസ്ക് ഈസ് വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. അതായത് എലമെന്റ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഔട്ട് എനി 4 അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. മക്കളെ 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ബിസിനസിന്റെ മീനിങ് അടക്കമായിരിക്കണം നിങ്ങൾ 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രസന്റ് ചെയ്യണത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ചോദ്യം. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചാർട്ട്. ഒരു ചാർട്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളുടെ വ്യത്യസ്ത തരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്നിവ. സോ അതിന്റെ എക്സാമ്പിളുകൾ സഹിതം എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. കൂടാതെ ആ ചാർട്ടും കൂടി വരച്ചേക്കുക. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്നുള്ള ചാർട്ട് ക്ലാസിഫിക്കേഷൻ വരച്ചിട്ട് താഴെയുള്ള മാനുഫാക്ചറിങ്ങും എക്സ്ട്രാക്റ്റീവും ഒക്കെ ഉണ്ട്, പല ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സോ അതെല്ലാം കൃത്യമായിട്ട് വരച്ചിട്ട് എക്സാമ്പിൾ സഹിതം എഴുതി പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 5 മാർക്കിന് 8 മാർക്കിന് എസ് ആയിട്ടും ചോദിക്കാൻ എന്ത് ചെയ്യാറുണ്ട്, സാധ്യതയുണ്ട്. 5 മാർക്കാണ് ബേസിക്കലി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കാം. ഇനി അടുത്ത്, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ബിസിനസ് റിസ്ക്. എന്താണ് ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് റിസ്ക് സംഭവിക്കാനുള്ള കാരണങ്ങൾ, 4 കാരണങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞു. മക്കളെ ഇതും 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം കേട്ടോ. എന്താണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ് റിസ്ക്, അല്ലെങ്കിൽ കോസസ് ഓഫ് ബിസിനസ് റിസ്ക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമുക്കറിയാം നാച്ചുറൽ കോസ്റ്റ് ഉണ്ട്, ഹ്യൂമൻ കോസ്റ്റ് ഉണ്ട്, എക്കണോമിക് കോസ്റ്റ് ഉണ്ട്, അതർ കോസ്റ്റ് ഉണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആയിരിക്കും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരിക. സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത ചോദ്യം, ജിഷ ആൻഡ് ലേഖ ജോയിൻലി സ്റ്റാർട്ട് എ ബിസിനസ് ഓൺ ദ ബേസിസ് ഓഫ് എൻ അഗ്രിമെന്റ്. ജിഷയും ലേഖയും എന്ത് ചെയ്തു, ഒരു എഗ്രിമെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. ദേ കോൺട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ ഷെയറിംഗ് റിസ്ക് ആൻഡ് എൻഗേജ് ഇൻ ബിസിനസ് ജോയിൻലി ആൻഡ് സെവറലി. അവർ എന്ത് ചെയ്തു, തീർച്ചയായിട്ടും ക്യാപിറ്റൽ, മൂലധനം ഒരുമിച്ച് കൊണ്ടുവന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ റിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നു, അല്ലെ. മറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്, രണ്ടുപേരും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. സോ ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ മെൻഷൻഡ് എബോവ്. അതായത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. അക്ഷരം തെറ്റാതെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിക്കണം. എന്താണ്, പാർട്ട്ണർഷിപ്പ് ആണ്. ഹിന്ദി കൊടുത്തത് എന്താണ് മക്കളെ, എഗ്രിമെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് 2 വ്യക്തികളാണ് എന്ത് ചെയ്തത്, ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2 അതിൽ കൂടുതലോ ആളുകൾ അല്ലെ ഒരു എഗ്രിമെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ലാഭവും നഷ്ടവും ഷെയർ ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. റിസ്ക് ഷെയർ ചെയ്യുന്നു, ക്യാപിറ്റൽ ഒരുമിച്ച് കൊണ്ടുവരുന്നു. സോ അവിടെ എഗ്രിമെന്റ് ഉണ്ട്, 2 പേരുണ്ട്. സോ എന്താണ്, പാർട്ട്ണർഷിപ്പ് ആണ്. പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും മക്കളെ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യത. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. പ്രത്യേകതകളുണ്ട്, മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്, ഒക്കെ ഒരു 3-4 പോയിന്റ് ഒക്കെ എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ഒരു 2 ലൈനിൽ എന്ത് ചെയ്യുക, അതിന്റെ എക്സ്പ്ലനേഷനും എഴുതുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, അത് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു ജോയിൻ ടുഗദർ വിത്ത് ദ മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. അതായത് അംഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ് ഇത്. അതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ റെഫേർഡ് ഹിയർ, അല്ലെങ്കിൽ എബോവ് എന്ന് പറഞ്ഞു. സോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ സഹകരണ സംഘങ്ങൾ എന്ന് പറയും. സഹകരണ സംഘങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് 1 man 1 vote എന്ന് പറയാറുണ്ട്. എന്താണ് മക്കളെ, 1 man 1 vote എന്ന് പറയാറുണ്ട്. 1 man 1 vote എന്ന പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹകരണ സംഘങ്ങൾ അഥവാ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മെറിറ്റ്സ് ആണ് ഇവിടെ ചോദിച്ചുള്ളത്. അപ്പോൾ മക്കളെ ഇതും എന്താണ്, 5 മാർക്കിനോ അല്ലെങ്കിൽ 80 മാർക്കിന്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇതോടൊപ്പം തന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അതും കൂടി എന്ത് ചെയ്യുക,
ഒന്ന് നോക്കി വെച്ചേക്കുക. ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്, തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അതുകൊണ്ട് എന്ത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടോ. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. മക്കളെ HUF കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ടും ഓർക്കേണ്ട 2-3 പോയിന്റുകളുണ്ട്. ഒന്നാമതായിട്ട് ഇറ്റ് ഈസ് ഓൺലി ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസ് കാണപ്പെടുന്നുള്ളൂ. അതേപോലെ തന്നെ ഹിന്ദു നിയമപ്രകാരമായിരിക്കും ഇതിലെ കാര്യങ്ങളെല്ലാം ഗവേൺ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഇതാരാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഹിന്ദു ഫാമിലി, അതായത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ മെമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ രണ്ടാളുകളും കൃത്യമായിട്ട് ഈ ഫാമിലിയിലെ മെമ്പർ ആയിരിക്കണം, അവർക്ക് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റൊരു കാര്യം, ഇവർ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി വെച്ചുകൊണ്ടായിരിക്കും ബിസിനസ് ചെയ്യുക, അതായത് പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്തുകൊണ്ടുവരുന്ന സ്വത്തുവകകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുക, അവർ ബിസിനസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ബിസിനസ് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും വിളിക്കുന്ന ആളെ പേരെന്താണ്, കർത്ത എന്നാണ്. ബാക്കിയുള്ള മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര് കോ പാർട്ട്നേഴ്സ് എന്നാണ്. ഇതിലെ ഫാമിലിയിലെ ഈ ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് ഒരു മെമ്പർഷിപ്പ് കിട്ടുക, ബൈ ബർത്തിലൂടെ മാത്രമേ. സോ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു 4 പോയിന്റ് എഴുതുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളിത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ, ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിനെ കുറിച്ച്. ഇനി അടുത്ത ചോദ്യമാണ്, സീതാറാം ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് സാഗർ ലിമിറ്റഡ് ആർ 2 കമ്പനീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 2 കമ്പനീസ് ആണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാറാം ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതേപോലെ തന്നെ സാഗർ ലിമിറ്റഡും. ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കമ്പനീസ്. മക്കളെ ഇവിടെ വാലറ്റത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എളുപ്പം കണ്ടെത്താം, അതെന്താണ്, പ്രൈവറ്റ് കമ്പനിയാണ്. ഇവിടെ വാലറ്റത്ത് എന്തേ ഉള്ളൂ, ലിമിറ്റഡ് എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്താണ്, അവിടെ പബ്ലിക് കമ്പനിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്താണ്, പബ്ലിക് കമ്പനിയാണെന്ന് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അതാണ് ഒന്നാമത്തെ ചോദ്യം, ശരിയല്ലേ? ഇനി അടുത്ത്, ഈ 2 കമ്പനീസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ മക്കളെ ഇങ്ങനെ ഒരു കോളൊക്കെ വരച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ പബ്ലിക് കമ്പനി അല്ലേ, പബ്ലിക്കും അതേപോലെ തന്നെ പ്രൈവറ്റും എഴുതുക. എത്ര മിനിമം മെമ്പേഴ്സ് വേണം, എത്രയാണ് മാക്സിമം, എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ വേണം മിനിമം, അതേപോലെ തന്നെ എത്ര ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, നമുക്കറിയാം പബ്ലിക് കമ്പനിയിൽ പറ്റും, പ്രൈവറ്റ് കമ്പനിയിൽ പറ്റില്ല. മറ്റ് ഡിഫറൻസുകൾ ഒരു 4-5 പഠിച്ചു വെച്ചേക്കുക. ഇതും എന്ത് ചെയ്യാറുണ്ട്, ഒരു 8 മാർക്കിന്റെ എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന, പബ്ലിക് എക്സാമിന് വരെ ചോദിക്കാവുന്ന ഏരിയയാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പഠിക്കട്ടോ. ഇനി അടുത്ത്, എക്സ്പ്ലെയിൻ ദ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, വകുപ്പ് തല സ്ഥാപനങ്ങൾ. നമുക്കറിയാം 3ാമത്തെ ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. എക്സാമ്പിൾ നമുക്കറിയാം, റെയിൽവേ, ദൂരദർശൻ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതുന്നത് വളരെ നല്ലതാണ്. ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്, ഒരു മന്ത്രാലയത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എന്താ ചോദിച്ചുള്ളത്, ഫീച്ചേഴ്സ്, പ്രത്യേകതകളാണ് ചോദിച്ചുള്ളത്. മക്കളെ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ, നോക്കി വെച്ചേക്കാം. ഇനി അടുത്ത്, നെയിം ദ ഫോം ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ദാറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എൻ ഓട്ടോണമസ് യൂണിറ്റ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. അതായത് പാർലമെന്റിന്റെ പ്രത്യേക നിയമപ്രകാരം, അതായത് സ്പെഷ്യൽ ആക്ടിലൂടെ ഫോം ചെയ്യുന്ന ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണിത് എന്ന് പറഞ്ഞു. എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ. ഇവിടെ അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. അപ്പൊ ഇങ്ങനെ പാർലമെന്റിന്റെയോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയോ, അതായത് പാർലമെന്റോ അല്ലെങ്കിൽ നമ്മളെ നിയമസഭയോ പ്രത്യേകം പാസ്സാക്കുന്ന ഒരു നിയമത്തിലൂടെ ഫോം ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ വിളിക്കുന്ന പേര് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ എന്നാണ്. സോ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേകത എഴുതാൻ വേണ്ടി പറഞ്ഞു. ഇതും 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സോ കൃത്യമായിട്ട് ഇതാണ് ഇതിന്റെ ബേസ് പ്രത്യേകത. പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കുന്ന നിയമം, സ്പെഷ്യൽ ആക്ട്, സ്റ്റാറ്റ്യൂട്ടറി സ്പെഷ്യൽ ആക്ട് ആണ് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് MNC? മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് MNC. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു 4 പ്രത്യേകത എഴുതാൻ വേണ്ടി പറഞ്ഞു. MNC അല്ലെങ്കിൽ ഗ്ലോബൽ എന്റർപ്രൈസിന്റെ. മക്കളെ എന്തായാലും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് ഗ്ലോബൽ എന്റർപ്രൈസ് അഥവാ MNCനെ കുറിച്ച്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. MNC എന്ന് പറഞ്ഞാൽ ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രൊഡക്റ്റോ സർവീസോ ഓപ്പറേറ്റ് ചെയ്യുന്ന നിലയിൽ വിൽക്കുന്ന കമ്പനിയെ, വലിയ ബിസിനസ് ഓർഗനൈസേഷനെ വിളിക്കുന്ന പേരാണ് മൾട്ടിനാഷണൽ കമ്പനീസ് അഥവാ ഗ്ലോബൽ എന്റർപ്രൈസ്. വൈഡ് ഏരിയ ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഇവർ ഉപയോഗിക്കുന്നത്. പുതിയ ടെക്നോളജിയും പുതിയ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ആണ്. കൊളാബറേഷൻസ് വേണം ഇവർക്ക് മറ്റൊരു രാജ്യത്ത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗുഡ്സോ സർവീസോ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ MNCക്ക് ഉണ്ട്. സോ ഫീച്ചേഴ്സ് മിക്കവാറും ഒരു 3-4 ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. 3 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പബ്ലിക് എക്സാമിന് വരുന്ന ഒരു ഏരിയ ആണിത് MNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത്രയുമാണ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 10 അടിപൊളി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക്
മികച്ച സ്കോർ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓണം എക്സാമിലേക്ക്. സോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.